ജലശയനം. ജലത്തിനു മുകളിൽ ആയാസരഹിതമായി എത്ര നേരം വേണമെങ്കിലും കിടക്കാൻ കഴിയും. ഇത് ചെയ്യുവാൻ വേണ്ട മുൻകരുതലുകളിലൊന്ന് നീന്താൻ അറിഞ്ഞിരിക്കണം എന്നതാണ്. നീന്തൽ അറിയാത്തവർക്കും പരിശീലിക്കാം. യോഗ ചെയ്യുമ്പോൾ നാം ഓരോ ആസനത്തിന് ശേഷവും ശവാസനം ചെയ്യണമെന്നുള്ളതാണ് ആചാര്യ നിർദ്ദേശം. ഇത് 2 സത്യങ്ങളെ നമുക്ക് വെളിവാക്കുന്നുണ്ട്. അതിലൊന്ന്, യോഗ എന്ന അഭ്യാസത്തെ വളരെ വലുതായ ശാരീരിക ജോലിയായും അതുപോലെ തന്നെ അതനുഷ്ഠിക്കുമ്പോൾ അനുഭവപ്പെടുന്ന മാംസപേശികളുടെയും അവയവഗ്രന്ഥികളുടെയും സങ്കോച വികാസങ്ങളിൽ നിന്നും പൂർണ്ണമായി യഥാർത്ഥ അവസ്ഥയിലേക്ക് എത്തൽ. 2, എന്തൊക്കെ ചെയ്താലും അവസാനം ശവാസനത്തിലാണ് അവസാനിക്കേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തൽ. ഓരോ ക്രിയയുടെയും അവസാനം അത് ചെയ്യുമ്പോൾ നിത്യമായ ശവാസനത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന ലളിതസുന്ദരമായ സത്യവും കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സുപ്തവജ്രശയനം ചെയ്യുന്ന വിധം. ജലശയനത്തിന് ശേഷം ഇരുപാദങ്ങളും പൃഷ്ഠഭാഗത്തോട് അടുപ്പിക്കുക. പൂർണ്ണമായി മുട്ടി നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ഇരു കൈകളും ഉപയോഗിച്ച് വലിച്ചടുപ്പിച്ച് പൃഷ്ഠഭാഗത്ത് മുട്ടിച്ച് ശ്വാസമെടുത്ത് വിടുക. ഈ നിലയിൽ ശീതളിയും ശീൽക്കാരിയും ചെയ്യുന്നത് ഉത്തമമാണ്. പിന്നീട് കൈകൾ വിടുവിച്ച് പാദങ്ങൾ വിടർത്തി പഴയ നിലയിൽ കൊണ്ടുവരിക. ഇത് 2-3 തവണ ആവർത്തിക്കുക. ഗുണങ്ങൾ. സാധാരണ വജ്രാസനവും സുപ്ത വജ്രാസനവും ഭക്ഷണത്തിന് ശേഷം ചെയ്യാവുന്ന ആസനങ്ങളാണ്. എന്നാൽ ജലത്തിൽ ഇത് നിഷിദ്ധമാണ്. എന്തുകൊണ്ടെന്നാൽ ആഹാരം അകത്തുള്ളപ്പോൾ ഇതെന്നല്ല ഏതുതരം ജലയോഗയും നിഷിദ്ധമാണ്. മറിച്ച് ചെയ്താൽ ആഹാരം തികട്ടി വരുന്നതിനും ശരിയായ രീതിയിൽ ദഹിക്കാതെ അജീർണമുണ്ടാകുന്നതിനും ഇടവരും. ജീവജലത്തിനെ ഊറ്റുന്നു പിന്നെ ഭൂമിതൻ